വിഷം നൽകി എതിരാളികളെ ഇല്ലായ്മ ചെയ്തതിൽ റഷ്യ അന്നും ഇന്നും ആരോപണം നേരിടുന്നുണ്ട്. മാരകമായ വിഷം ഉള്ളിൽ ചെന്ന് റഷ്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നിരവധിയാണ്. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനി ജയിലിൽ കഴിയുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മരണം പലരും പ്രവചിച്ചിരുന്നു. ഒരു വിഷപ്രയോഗത്തിലൂടെ നവാൽനി കൊല്ലപ്പെടുമെന്ന മുന്നറിയിപ്പ് പലരും നൽകുകയും ചെയ്തു. എന്നാൽ ഇന്നത് ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയെ റഷ്യ കൊലപ്പെടുത്തിയതാണെന്ന ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത വെളിപ്പെടുത്തലിലാണ് ഈ നിർണായക വിവരമുള്ളത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ ശനിയാഴ്ച പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയാണ് നവാൽനിയുടെ മരണം സംബന്ധിച്ച നിർണായക വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതീവ സുരക്ഷയുള്ള ജയിലിൽ തുടരുമ്പോൾ ഉഗ്രവിഷമുള്ള തവളയിൽ നിന്ന് ശേഖരിച്ച വിഷം നൽകിയാണ് അലക്സി നവാൽനിയെ കൊലപ്പെടുത്തിയതെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത വെളിപ്പെടുത്തൽ. ജയിലിൽ വെച്ച് വിഷം നൽകിയതിനെ തുടർന്നാണ് നവാൽനിയുടെ മരണം സംഭവിച്ചതെന്ന് ലാബ് പരിശോധനയിൽ സ്ഥിരീകരിച്ചു എന്നാണ് ഈ രാജ്യങ്ങൾ ആരോപിക്കുന്നത്. നവാൽനിയുടെ ശരീരത്തിലെത്തിയത് വിഷമുള്ള തവളയുടെ തൊലിയിൽ നിന്ന് ശേഖരിച്ച മാരകമായ വിഷമാണെന്നാണ് നിർണായക ആരോപണം. നവാൽനിയുടെ ശരീര സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ പരിശോധനയിൽ എപ്പിബാറ്റിഡിൻ എന്ന മാരകമായ ന്യൂറോടോക്സിൻ സാന്നിധ്യം കണ്ടെത്തി. ഇതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതീവ സുരക്ഷയുള്ള ജയിലിൽ നവാൽനിയുടെ ജീവനെടുത്ത വിഷം എങ്ങനെ എത്തിയെന്ന കാര്യം ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. നവാൽനിയെ പോലെ ലോകമറിയുന്ന ഒരു നേതാവിനെ ഇല്ലാതാക്കാൻ ഉറപ്പിച്ച് വിഷമോ മറ്റേതെങ്കിലും വസ്തുവോ ജയിലിലെ സെല്ലിൽ എത്തിക്കണമെങ്കിൽ റഷ്യൻ ഭരണകൂടം അറിയാതെ സാധിക്കില്ല. അദ്ദേഹത്തിന് നൽകിയിരുന്ന മരുന്നും ഭക്ഷണവും പോലും വിവിധ പരിശോധനകളുടെയും അധികൃതരുടെ ശ്രദ്ധയോടെയും മാത്രമായിരുന്നു ജയിലിലെ സെല്ലിൽ എത്തിയിരുന്നത്. നവാൽനിയെ ഒരു ഭീഷണിയായി കണ്ട റഷ്യൻ ഭരണകൂടം ഏറ്റവും നികൃഷ്ടമായ മാർഗം തന്നെ സ്വീകരിച്ചു എന്നാണ് ബ്രിട്ടന്റെ വിമർശനം. എതിരാളികളോട് റഷ്യൻ ഭരണകൂടത്തിനുള്ള അമിതമായ ഭയം പ്രകടമാക്കുന്നതാണ് ഈ സംഭവമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി യവറ്റ് കൂപ്പർ പറഞ്ഞു. തെക്കേ അമേരിക്കയിൽ കണ്ടുവരുന്ന വിഷമുള്ള തവളകളിലാണ് എപ്പിബാറ്റിഡിൻ കാണപ്പെടുന്നത്. റഷ്യയിൽ സാധാരണമായി ഇത് ലഭ്യമല്ലെന്നും ലണ്ടനിൽ പുറത്തിറക്കിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നു. ഭർത്താവിന്റെ മരണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വിഷം നൽകിയതായി നവാൽനിയുടെ ഭാര്യ യൂലിയ നവാൽനി കഴിഞ്ഞ വർഷം ആരോപിച്ചിരുന്നു. ഈ വാദം ശരിവെക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് എപ്പിബാറ്റിഡിൻ എന്ന് നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ റിപ്പോർട്ട് അനുസരിച്ച് ഇക്വഡോറിൽ കാണപ്പെടുന്ന പോയിസൺ ഡാർട്ട് തവളകളുടെ തലയിലെ തൊലിയിൽ നിന്നാണ് എപ്പിബാറ്റിഡിൻ എന്ന വിഷം ശേഖരിക്കുന്നത്. 1974 ഈ വിഷം കണ്ടെത്തിയെങ്കിലും അതിന്റെ രാസസൂത്രവാക്യവും ഘടനയും 1992 മാത്രമാണ് പൂർണ്ണമായി സ്ഥാപിക്കപ്പെട്ടത്. എപ്പിബാറ്റിഡിന് ഉയർന്ന വിഷാംശമുണ്ട്. അതിനാൽ തന്നെ ചികിത്സയും പരിമിതമാണ്. സൈബീരിയയിൽ പ്രചാരണം നടത്തുന്നതിനിടെ 2020 നവാൽനിക്ക് നോവിച്ചോക്ക് എന്ന മാരക വിഷം നൽകിയിരുന്നു. ചായയിൽ കലർത്തി ഈ വിഷം നൽകിയെന്നാണ് ആരോപണം. വിഷബാധയേറ്റ് നവാൽനിയുടെ നാഡീവ്യൂഹങ്ങൾക്ക് തകരാർ സംഭവിക്കുകയും ചെയ്തു. മരണത്തെ മുഖാമുഖം കണ്ട ഈ ഘട്ടത്തിൽ ജർമ്മനിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയായിരുന്നു. പിന്നീട് 5 മാസത്തിന് ശേഷം റഷ്യയിലേക്ക് എത്തിയെങ്കിലും വൈകാതെ തടവിലായി. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.